അരി വിതരണവും സൂക്ഷിപ്പും ഒക്കെ കടുത്ത നിയന്ത്രണങ്ങൾക്ക് വിധേയമായ ഒരു കാലത്തെ ഒരു കല്യാണക്കത്ത് അതിപ്പോൾ ഭയങ്കര ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. കൊയിലാണ്ടിക്കാരനായ നമ്മുടെ നാരായണൻ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണക്കത്ത് സൂക്ഷിക്കുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ആ കല്യാണക്കത്തൊന്ന് കണ്ടാലോ? സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു കാലത്ത് ഒഴുകി നടന്ന കല്യാണക്കത്താണ് ഇത്. കാലം കുറച്ചിങ്ങ് കടന്നു. ഇപ്പോൾ കത്തിനിവിടെ എന്താ പ്രസക്തി എന്നല്ലേ? അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. ഒരു കാലത്തെ വറുതിയുടെയും നിയന്ത്രണങ്ങളുടെയും പ്രതിസന്ധികളുടെയും കഥ പറയുന്ന ഈ കത്തിന്റെ പ്രാധാന്യം അറിയുന്നത് കൊണ്ട് തന്നെയാണ് പെരുവട്ടൂർ സ്വദേശിയായ നാരായണൻ ഈ കത്ത് നിധി പോലെ കാത്തുവെച്ചത്. 46 ഉള്ളതാ. 47 നമുക്കിവിടെ സ്വാതന്ത്ര്യം കിട്ടിയ സമയമാണല്ലോ. ആ സമയം ഭക്ഷണത്തിന് അത്ര ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും കൂടിയിട്ട് ആരും അതിനെപ്പറ്റി ശ്രദ്ധിക്കപ്പെടുന്നില്ല. അന്ന് ഈ ചോറ് വെച്ച് കൊടുക്കാൻ പാടില്ല. സദ്യക്ക് അരി വെച്ച് ചോറാക്കി ഭക്ഷണം വിളമ്പാൻ പാടില്ല എന്നുള്ളൊരു നിയമം അന്ന് ഉണ്ട്. കാരണം ബ്രിട്ടീഷുകാരെ ഭരണം, അതാണ് പ്രത്യേകത. ഇതിൻ്റെ പ്രത്യേകം സമ്മതം ചോദിച്ചിട്ട് മാത്രമേ അന്ന് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അതിലും വലിയ ശിക്ഷയാണ്. ഇന്ന് ധൂർത്തും ആഡംബരങ്ങളുമായി കല്യാണം നടത്തുകയും കഴിയാവുന്നതിലും അപ്പുറം വിഭവങ്ങൾ ഒരുക്കുകയും ഒടുക്കം വെറുതെ കളയുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അന്നത്തെ ഇന്നത്തെ താരതമ്യപ്പെടുത്തുന്ന അവസരത്തിൽ ഇതിന് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അതെനിക്ക് എന്നും അഭിമാനിക്കാൻ പറ്റിയൊരു സംഗതി മാത്രമാണ്. കൊല്ലം 1121 മേടം 29-ാം തീയതി 1946 മെയ് 12-ാം തീയതി ഞായറാഴ്ച എൻ്റെ മകൻ. വർഷങ്ങൾ പഴക്കമുള്ള ഈ കല്യാണക്കത്തിന്റെ പ്രാധാന്യം ഇപ്പോൾ മനസ്സിലായില്ലേ? ക്യാമറാമാൻ അരുൺ കിഷോറിനൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. നയൻതാര, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ കല്യാണക്കത്ത് കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പഴക്കമുള്ള ഒരു കല്യാണക്കത്ത് കാണുന്നത്. ഞാനൊക്കെ കാണുന്ന സമയത്തുള്ള കല്യാണക്കത്ത് തന്നെയാണ് ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കല്യാണക്കത്തും. വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒന്നും. പക്ഷേ ഇത് ഒരു ആദ്യത്തെ ഒരു കാഴ്ച, ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവം. പിന്നെ എനിക്കത് കണ്ടപ്പോൾ നമ്മുടെ ഈ ആധാരം എഴുതുന്ന ആ ഒരു രീതിയിൽ ആ ഒരു ഫോണ്ട് പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് പോലെയൊക്കെ എനിക്കിങ്ങനെ തോന്നി. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ നാരായണൻ ചേട്ടൻ പറയുന്നത്? എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊക്കെ? സേതു, ഇത് ഏകദേശം ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പേ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു കത്താണ്. ചിലപ്പം പലരും കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കിടയിൽ ഇവിടെ ഓഫീസിലെ ഒരു ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തു. അപ്പം ഇന്നത്തെ കാലത്ത് ഇതിൻ്റെ ഒരു പ്രസക്തിയെക്കുറിച്ചാണ് ചിന്തിച്ചത് ഞങ്ങളെല്ലാവരും. കാരണം 2-3 ദിവസം മുമ്പേ നമ്മൾ കണ്ടതാണ് കണ്ണൂരിലൊരു ആർഭാട കല്യാണം. അതായത് വരൻ കുതിരപ്പുറത്ത് കയറി പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയ രീതിയിലുള്ളൊരു കല്യാണമൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള കല്യാണങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ആ ഒരു കല്യാണ വിശേഷം ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഈ ഒരു കല്യാണക്കത്തിൻ്റെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തത്. അങ്ങനെ ഈ നാരായണ ചേട്ടനെ കണ്ടുപിടിക്കുകയും അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി ചെയ്യുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ചേട്ടൻ പറയുന്നതും ഇത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയായിരുന്നു കുറേ കാലം കഴിയുമ്പം ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അന്ന് എന്നെ ഈ ഒരു കല്യാണക്കത്ത് എടുത്തു വെക്കാൻ പ്രേരിപ്പിച്ചതും ഇതൊക്കെ തന്നെയാണ്. കാരണം എൻ്റെ മക്കൾ അറിയണം എനിക്ക് മുമ്പുള്ള തലമുറ എന്തൊക്കെ അനുഭവിച്ചു എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഇതിനിടയിൽ നടന്നൊരു കഥയാണ്, അച്ഛൻ പറഞ്ഞു കേട്ടുള്ളൊരു കഥയാണ്. ഈ കല്യാണത്തിൻ്റെ 2 ദിവസം മുമ്പേ ആരോ കൊണ്ടുകൊടുത്ത അരി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, അധികാരികൾ ആരോ വരുന്നുണ്ട് രഹസ്യമായി ഇത് അറിഞ്ഞിട്ട്. അപ്പം തന്നെ ഇവർ ഒരു മണ്ണെണ്ണ ക്യാനിനകത്ത് ഈ അരിയെല്ലാം നിറച്ചു വെച്ച് മണ്ണിനടിയിൽ കുഴിച്ചിട്ടു എന്ന് പറയുന്നുണ്ട്. ആ ഒരു കല്യാണകാലത്തെ ഒരു വറുതിക്കാലത്തെ കുറിച്ച് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു അത്രേ അന്ന്. അതായത് ഈ അരി വിതരണം ചെയ്യുന്നതും അതുപോലെ തന്നെ സൂക്ഷിച്ചു വെക്കുന്നതും കടുത്ത നിയന്ത്രണങ്ങൾക്ക് വിധേയമായൊരു കാലഘട്ടമായിരുന്നു അത്.
അന്ന് ഈ കല്യാണക്കത്ത് അടിച്ച ആൾക്കാർക്ക് ഈ അരിഭക്ഷണം കൊടുത്തൂടെ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഇതുകൊണ്ടാണ്, ഈ ഒരു നിയന്ത്രണം ഉള്ളത് കൊണ്ടാണ്. കാരണം അന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 1946 കല്യാണക്കത്താണിത്. ആ ഒരു സമയത്ത് ബ്രിട്ടീഷ് ഭരണമാണ്. അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ശിക്ഷ ഇവർക്ക് കിട്ടുന്നതാണ് നാരായണ ചേട്ടൻ പറയുന്നത്. അതുകൊണ്ടാണ് ഈ അരി അങ്ങനെ ചെയ്തത്. പക്ഷേ ആ അരി കൊടുത്ത ആൾ തന്നെ പറഞ്ഞു കുഴപ്പമില്ല, സാരമല്ല. ആ ഒരു കല്യാണത്തിന് വീണ്ടും അദ്ദേഹം ആ അരി കൊടുക്കുകയും കല്യാണമൊക്കെ ഭംഗിയായി നടന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അന്നത്തെ ആ ഒരു വറുതിക്കാലം നമ്മൾ മനസ്സിലാക്കണം, ഇന്നത്തെ തലമുറ. കാരണം ആവശ്യത്തിലധികം ഭക്ഷണം ഉണ്ടാക്കുകയും ആവശ്യത്തിലധികം കഴിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അന്ന് നമ്മളൊക്കെ പൂർവികന്മാർ അനുഭവിച്ച ആ ഒരു വറുതിക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശരിയാണ് നയൻതാര, ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ആവശ്യത്തിലധികം നമ്മൾ കഴിക്കുന്നുണ്ട്, കളയുന്നുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മളെ പൂർവികരൊക്കെ ഇത്തരത്തിലൊരു വലിയൊരു വറുതിക്കാലത്തിലൂടെ കൂടി അതിജീവിച്ച് വന്നവരാണ്. ആ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി മാറി ഈ ഒരു കല്യാണക്കത്ത് നമ്മുടെ നാരായണൻ ചേട്ടൻ. അപ്പോൾ നാരായണൻ ചേട്ടനൊക്കെ ഒരു വലിയ ചരിത്രമാണ് കേട്ടോ, ജീവിച്ചിരിക്കുന്ന ചരിത്രമാണ്. അതൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനും ജീവിതത്തിലൊക്കെ നമ്മൾ പകർത്താനും ഒക്കെ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പറയൂ. അതായത് ഈ നാരായണൻ ചേട്ടൻ്റെ ഫാമിലി എന്ന് പറയുമ്പം നമ്മളെ ഹുക്കയില്ലേ, ഹുക്ക അറിയോ സേതുവിനെ? അങ്ങനെയൊരു സംഭവമുണ്ട്. ഹുക്ക നിർമ്മാണത്തിലെ അവസാന കണ്ണി എന്ന് ഈ നാരായണ ചേട്ടൻ്റെ ഫാമിലിയെ പറയാം. ഹുക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഒരു ചരിത്രം കൂടെ ഈ കുടുംബത്തിനുണ്ട്. എനിക്കത് കൃത്യമായി പറഞ്ഞു തരാന്ന് പറഞ്ഞാൽ, ഈ എന്താ പറയുക, വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന വിദേശികളൊക്കെ ഈ വലിക്കാൻ വേണ്ടി ഉപയോഗിക്കില്ല. മനസ്സിലായി. ഹുക്ക എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. കിട്ടി. സാധനം കിട്ടി. ഞാൻ അന്ന് ആദ്യമായിട്ടാണ് ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത്. ശരി, അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ പറയാനുണ്ട് നമ്മുടെ നാരായണൻ ചേട്ടന്. പുള്ളി കോഴിക്കോടുകാരനാണ്. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ കോഴിക്കോടുള്ളവർക്ക് പെട്ടെന്ന് പോയി നാരായണ ചേട്ടനെ കാണാനും ഈ കാര്യങ്ങളൊക്കെ നേരിട്ടറിയാനും പറ്റും. നമ്മളൊക്കെ കുറച്ച് ട്രാവലൊക്കെ ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ചരിത്രമൊക്കെ പേർന്ന ഒരു മനുഷ്യനാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് വളരെ നല്ലതാണ്. ശരി നയൻതാര, എന്താണെങ്കിലും വളരെ ഇൻഫോർമേറ്റീവ് കൂടി ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു അല്ലേ നാരായണ ചേട്ടനെ കല്യാണ കത്താൻ ഇതിനൊക്കെ നിമിത്തമായതും. ശരി നയൻ.